ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അളവില്ലാത്ത സകല നന്മ സ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവേ, എളിയവർ നന്ദിയേറ്റ പാപികളുമായി ഞങ്ങൾ നിസ്യമ പ്രതാപവാനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു. എങ്കിലും അങ്ങേ അനന്തമായ ദയയിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ മാതാവിന്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങൾ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങൾ ദൈവശരണം എന്ന പുണ്യമുണ്ടായി വളരുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങൾ ദൈവസ്നേഹം എന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സന്തോഷത്തിന്റെ ദിവ്യരഹസ്യങ്ങൾ. ഒന്നാം ദിവ്യരഹസ്യം, പരിശുദ്ധ ദൈവമാതാവ് ഗർഭം ധരിച്ച് ഈശോ മിശിഹായെ പ്രസവിക്കുന്ന മംഗളവാർത്ത ഗബ്രിയേൽ മാലാഹ ദൈവകൽപ്പനയെ അറിയിച്ചു എന്ന് ധ്യാനിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് കാരുണ്യം ഏറ്റവും ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാല രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ. രണ്ടാം ദിവ്യരഹസ്യം. പരിശുദ്ധ ദൈവമാതാവ് ഏലീശ ഗർഭിണിയായ വിവരം കേട്ടപ്പോൾ ആ പുണ്യവതിയെ ചെന്ന് കണ്ട് 3 മാസം വരെ അവൾക്ക് ശുശ്രൂഷ ചെയ്തുവെന്ന് ധ്യാനിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നത്തിന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ കാരുണ്യം ഏറ്റവും ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാല രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ. മൂന്നാം ദിവ്യരഹസ്യം. പരിശുദ്ധ ദൈവമാതാവ് തന്റെ ഉദരത്തിൽ ഉത്ഭവിച്ച ദൈവകുമാരനെ പ്രസവിക്കാൻ കാലമായപ്പോൾ ബെത്ലഹേം നഗരിയിൽ പാതിരായ്ക്ക് പ്രസവിച്ച് ഒരു തൊഴുക്കൂട്ടിൽ കിടത്തി എന്ന് ധ്യാനിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നത്തിന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് കാരുണ്യം ഏറ്റവും ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാല രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ. നാലാം ദിവരഹസ്യം. പരിശുദ്ധ ദൈവമാതാവ് തന്റെ ശുദ്ധീകരണത്തിന് നാൾ വന്നപ്പോൾ ഈശോമിശിഹായെ ദേവാലയത്തിൽ കൊണ്ടുചെന്ന് ദൈവത്തിന് കാഴ്ചവെച്ച് ശമയോൻ എന്ന മഹാത്മാവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുവെന്ന് ധ്യാനിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോട് കൂടെ
സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ച് അങ്ങേ കാരുണ്യം ഏറ്റവും ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാല രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ. അഞ്ചാം ദിവ്യരഹസ്യം. പരിശുദ്ധ ദൈവമാതാവ് തൻ്റെ ദിവ്യകുമാരന് 12 വയസ്സായിരിക്കെ 3 ദിവസം അവിടുത്തെ കാണാതെ അന്വേഷിച്ചിട്ട് 3-ാം നാൾ ദേവാലയത്തിൽ വെച്ച് വേദശാസ്ത്രികളുമായി തർക്കിച്ചിരിക്കയിൽ അവിടുത്തെ കണ്ടെത്തിയെന്ന് ധ്യാനിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നത്തിന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.
പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ച് അങ്ങേ കാരുണ്യം ഏറ്റവും ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാല രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആവേ 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 മരിയ, ആവേ 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 മരിയ. ജപമാല സമർപ്പണം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, ദേവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലെ, വിശുദ്ധ റഫായേലെ, സ്ലേഹന്മാരായ മാർ പത്രോസെ, മാർ പൗലോസെ, മാർ യോഹന്നാനെ, മഹാത്മാവായ വിശുദ്ധ യോസേപ്പെ, ഞങ്ങളുടെ പിതാവായ മാർ തോമായെ, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടുകൂടെ ഒന്നായി ചേർത്ത് പരിശുദ്ധ ദേവമാതാവിൻ്റെ തൃപ്പാദങ്ങളിൽ കാഴ്ചവെക്കാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. പരിശുദ്ധയായി വിളങ്ങും കന്യകാമേരിയമ്മേ, ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. ദൈവകർത്താവിന്റെ ഏറ്റം ദിവ്യയാകും ജനനീ, ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. കന്യകാകുലത്തിലേറ്റം വന്ദനീയ മൗലിയേ, ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. ദേഹശുദ്ധിയാൽ വിളങ്ങും പുണ്യഗേഹമാതാവേ, ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. അത്ഭുതത്തിനെപ്പോഴും പദാർത്ഥമായ
സർവേശ്വരന്റെ പുണ്യപൂർണിയായ മാതാവേ, ഇതാ ഞങ്ങൾ നിന്റെ അഭയം തേടുന്നു. ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ. ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ കന്യകാ മാതാവേ, സകല ആപത്തുകളിൽ നിന്ന് എപ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. കർത്താവെ, പൂർണ്ണ മനസ്സോടുകൂടി സാഷ്ടാംഗം വീണുകൊടുക്കുന്ന ഈ സമൂഹത്തെ തൃക്കൺ പാർത്ത് നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തിന്റെ അപേക്ഷയാൽ സകല ശത്രുക്കളുടെയും ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷിച്ചുകൊള്ളണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ യോഗ്യതകളെക്കുറിച്ച് ഞങ്ങൾക്ക് തരണമേ. ആമേൻ. പരിശുദ്ധരാജ്ഞി, കരുണയുടെ മാതാവേ സ്വസ്തി. ഞങ്ങളുടെ ജീവനും മാതിരിയും ശരണവുമേ സ്വസ്തി. ഹവ്വായുടെ പുറന്തള്ളപ്പെട്ട മക്കളായി ഞങ്ങൾ അങ്ങേ പക്കം വിളിക്കുന്നു. കണ്ണുനീരിന്റെ താരുവേ നിന്നിക്കറിഞ്ഞ് അങ്ങേ പക്കം ഞങ്ങൾ നിറവേർപ്പെടുന്നു. ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥെ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ. ഞങ്ങളുടെ ഉപവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിന്റെ അനുഗ്രഹിത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ കന്യകാമറിയമേ, ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ സർവേശ്വര, ഭാഗ്യവതിയായ മറിയത്തിന്റെ ആത്മാവും ശരീരവും പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്താൽ അങ്ങേ ദിവ്യപുത്രന് യോഗ്യമായ പീഠമായിരിക്കാൻ ആദ്യം അങ്ങ് നിശ്ചയിച്ചുവല്ലോ. ഈ ദിവ്യമാതാവിനെ നനച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ അവളുടെ ശക്തിയുള്ള അപേക്ഷയാൽ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിൽ നിന്നും നിത്യമരണത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ കൃപ ചെയ്യണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ യോഗ്യതകളെക്കുറിച്ച് ഞങ്ങൾക്ക് തരണമേ. ആമേൻ. എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ സഹായം അപേക്ഷിച്ച് നിന്റെ മാധ്യസ്ഥ അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യകളുടെ രാജ്ഞിയായ കന്യകയെ, ദയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാദത്തങ്ങൾ ഞാൻ അണയുന്നു. വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിന്റെ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടുകൊള്ളണമേ. ആമേൻ. പരിശുദ്ധ പരമാധിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാധിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാധിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു, അവിടുന്ന് എനിക്ക് ഉത്തരമരുളും. സർവശക്തനായ കർത്താവെ, കഷ്ടതയിൽ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഉത്തരമരുളുന്ന അങ്ങയുടെ പക്കലേക്ക് മുടന്തൻ പത്രോസിന്റെയും യാക്കോബിന്റെയും യോഹന്നാന്റെയും നേരെ കരങ്ങൾ നീട്ടിയതുപോലെ കർത്താവെ, ജീവിതത്തിന്റെ താഴേക്കിടയിൽ നിന്ന്, കുറവുകളിൽ നിന്നും, പോരായ്മകളിൽ നിന്നും, ഇല്ലായ്മകളിൽ നിന്നും ഞങ്ങളിതാ നിന്റെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി കരങ്ങൾ നീട്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ കർത്താവെ, ഞങ്ങളുടെ സഹനങ്ങൾ കണ്ട് അങ്ങ് ഞങ്ങളെ മോചിപ്പിക്കണമേ. എൻ്റെ കർത്താവെ, അങ്ങയുടെ കരുണ ഈ കഷ്ടതയിലും ഈ തീവ്രവേദനയിലും ഞങ്ങളെ ഗ്രസിക്കാൻ തിരുമനസ്സാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ രക്ഷയും നീതിയുക്തമായ വാഗ്ദാനത്തിന്റെ പൂർത്തീകരണത്തെയും ഞാനിതാ നോക്കിയിരിക്കുകയാണ്. അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം ഈ ദാസിയോട്, ഈ ദാസനോട് പ്രവർത്തിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നല്ല ദൈവമേ, അവിടുന്ന് എത്രയോ അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങ് എത്രയോ ശ്രദ്ധാലുവാണ്. അങ്ങേക്ക് തുല്യനായ ആരുമില്ല കർത്താവേ. അങ്ങയുടെ രക്ഷയെ വിവരിക്കാൻ, പ്രഘോഷിക്കാൻ തുനിഞ്ഞാൽ അത് അസംഖ്യമാണല്ലോ. ഓ കർത്താവേ, അങ്ങയുടെ വലിയ കരുണ, രക്ഷയെല്ലാം ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്, ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, കർത്താവ് പ്രവർത്തിച്ച വലിയ അത്ഭുതങ്ങൾ, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അനേകം അത്ഭുതങ്ങളെ കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ അത്തരമൊരു അത്ഭുതം നിന്റെ ജീവിതത്തിൽ പ്രവർത്തികമാക്കുവാൻ, പ്രകടമാക്കുവാൻ കർത്താവെ അവിടുന്ന് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കണം. ഓ ദൈവമേ, അങ്ങയുടെ വലിയ കരുണ, അങ്ങയുടെ വലിയ കരുതൽ
ദൈവമേ, അവിടുന്ന് എൻ്റെ ജീവിതത്തിലേക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങേക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ലല്ലോ കർത്താവേ, ഒന്നുമില്ലെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, ഈ കർത്താവിൻ്റെ സന്നിധിയിൽ ആരാധനയ്ക്കായി അണഞ്ഞിരിക്കുന്ന ഈ സമയത്ത് കർത്താവേ, ഞാൻ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ, ഞാൻ നിന്നെ ആരാധിക്കുന്ന കർത്താവേ. കർത്താവേ, എൻ്റെ ജീവിതം നിനക്ക് തരികയാണ് കർത്താവേ. ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണെന്ന് യോഹന്നാൻ ശ്ലീഹായിലൂടെ ഞങ്ങളോട് പറയുന്ന കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അവിടുത്തെ കരുണ കരുതൽ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, ദിവ്യകാരുണ്യനാഥന്റെ ചുറ്റും പരിശുദ്ധ മാലാഖമാർ, വിശുദ്ധ ഗണങ്ങൾ, പരിശുദ്ധ അമ്മ, പ്രത്യേക ദൈവത്തിന്റെ സന്നിധിയിലാണ് ഞാനും നിങ്ങളുമായിരിക്കുക. നമ്മളെ തന്നെ നമുക്ക് എളിമപ്പെടുത്താം. ഓ ദൈവമേ, എൻ്റെ ജീവിതത്തിന്റെ എല്ലാ കുറവുകളും ഇത് അങ്ങയുടെ പക്കലേക്ക് ഞാൻ എടുത്തു വെക്കുന്നു. വിശുദ്ധ യൗസേപ്പ് പിതാവിനോട് ചേർന്ന്, പരിശുദ്ധ അമ്മയോട് ചേർന്ന്, സഭാപിതാക്കന്മാരോട് ചേർന്ന്, പരിശുദ്ധരായ മാർപ്പാപ്പന്മാരോട് ചേർന്ന് കർത്താവെ, ഞാൻ നിന്നെ സ്തുതിക്കുന്നു, ഞാൻ നിന്നെ ആരാധിക്കുന്നു കർത്താവെ, ഞാൻ നിനക്ക് നന്ദി പറയുന്നു കർത്താവെ. ഭൂമിക്ക് അടിസ്ഥാനമിട്ട് ആകാശത്തെ വിരിച്ച എൻ്റെ സൃഷ്ടാവായ കർത്താവെ, നീ എന്നെ മറന്നിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ എന്നെ മെനഞ്ഞവൻ നീയ്, നിന്റെ ഉള്ളം കയ്യിൽ എൻ്റെ പേരെഴുതി വെച്ചവൻ നീയ് കർത്താവെ. ഇന്നെന്നെ സ്വർഗത്തിൽ ഓർമ്മിക്കുന്ന നിമിഷങ്ങളായി ഈ ആരാധന മണിക്കൂർ മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കർത്താവെ. എല്ലാ സങ്കടങ്ങളും ചേർത്ത് വെക്കുകയും അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച് അവിടുന്ന് നിന്റെ കരബലം എൻ്റെ ജീവിതത്തിൽ പ്രകടമാക്കണം കർത്താവെ. ഞങ്ങൾ അങ്ങേ അറിഞ്ഞതുപോലെ അവരും അങ്ങേ അറിയണം. ഈ ലോകം മൊത്തം അങ്ങയെ അറിയണം. അവരെല്ലാം അങ്ങയെ മഹത്വപ്പെടുത്തണം. അവരെല്ലാം അങ്ങയെ മഹത്വപ്പെടുത്താൻ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരണം. ഒരിടയനും ഒരാട്ടിൻ പറ്റവും ആകണം കർത്താവേ. ഈ ലോകത്തെ എല്ലാം നിന്റെ പക്കലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഈ ദിവ്യകാരുണ്യ ആരാധന അനുഗ്രഹത്തിന്റെ മണിക്കൂറായി, ഓ ഈശോയെ അഭിഷേകത്തിന്റെ നിറവായി, ഓ കർത്താവെ കരുണയുടെ കരുതലായി, കടലായി മുങ്ങി തുടിക്കും വിധത്തിൽ കൃപകൾ ചൊരിയപ്പെടേണ്ടതിന് പ്രിയപ്പെട്ട മക്കളെ ഈശോയുടെ പക്കലേക്ക് രണ്ട് കരങ്ങൾ നീട്ടിപ്പിടിക്കട്ടെ. എന്റെ ജീവിതത്തിന്റെ എല്ലാ സങ്കടങ്ങളും, എല്ലാ വേദനകളും, വഴിമുട്ടിക്കിടക്കുന്ന എല്ലാ അവസ്ഥകളും, നിന്റെ മുമ്പിൽ അടഞ്ഞുപോയ വാതിലുകളും എല്ലാം തുറക്കപ്പെടേണ്ടതിന് എല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് സർവശക്തനായ കർത്താവ് അവന്റെ കരബലം പ്രകടമാക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് സൂചിച്ച് വിളിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോ 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 ഈശോ. ആരാധന 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 ആരാധന. മഹത്വം 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 മഹത്വം. കർത്താവേ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ ഉന്നതമായ കൃപ, ആരാധന കർത്താവേ, ആരാധന കർത്താവേ, ആരാധിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു, ആരാധിക്കുന്നു ഈശോയെ, ആരാധിക്കുന്നു ആരാധിക്കുന്നു ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മതിമറന്ന് ഹൃദയം തുറന്ന് എല്ലാവരും ഒരുമിച്ച് ഒരേ മനസ്സോടെ ആരാധിക്കട്ടെ, പാടി പാടി ആരാധിക്കട്ടെ, സർവശക്തനെ പാടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഈശോയെ നന്ദി 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 നന്ദി. ഹല്ലേലൂയ ഈശോയെ നന്ദി നന്ദി നന്ദി. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ പാടി ആരാധിക്കാം. അവന്റെ മഹാമഹിമയ്ക്ക് മുമ്പിലേക്ക് ജീവിതം ചേർത്ത് വെച്ച് കർത്താവിനെ ആരാധിക്കുന്ന ഈ മണിക്കൂറിൽ അത്ഭുതങ്ങൾ സംഭവിക്കും മക്കളെ, അടയാളങ്ങൾ സംഭവിക്കും, മാനസാന്തരങ്ങൾ ഉണ്ടാകും. ഈശോ മാത്രം അഭയമെന്ന് വിചാരിച്ച് ഹൃദയം ചേർത്ത് വെച്ച് ഈശോയെ നമുക്ക് ആരാധിക്കാം. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ, ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ, ആത്മാവിൽ ആരാധിക്കും കർത്താവിനെ നിത്യം സ്തുതിച്ചിരുന്നു. ആത്മാവിൽ ആരാധിക്കും കർത്താവിനെ നിത്യം സ്തുതിച്ചിടുന്നു. ആരാധനയ്ക്കു യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. എന്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടയാക്കുന്നിടത്തെല്ലാം ഞാൻ ഇറങ്ങി വന്ന് നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് അരുളി ചെയ്ത കർത്താവേ, ഈ ആലയത്തിൽ, ഈ ബലിപീഠത്തിൽ തിരുവോസ്തുരൂപനായി നീ സന്നിഹിതനാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ് ഈശോയെ. ഈശോയെ, സമരിയാക്കാരിക്ക് വേണ്ടി
കിണറിന്റെ കരയിൽ കാത്തിരുന്നത് പോലെ ഈശോയെ എനിക്ക് വേണ്ടി ഈ തിരുവോസ്തിയിൽ നീ സന്നിഹിതനാണ്. പ്രിയപ്പെട്ട മക്കളെ, ആരൊക്കെ ഈ ആരാധനയിൽ പങ്കുചേരുന്നു അവരെല്ലാം ഈശോയ്ക്ക് വേണ്ടി കാത്തിരിക്കണം. നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഈശോയുടെ പക്കലേക്ക് നിന്റെ ജീവിതം ചേർത്ത് വെക്കണം. ജപമണി മാലകളിലൂടെ പ്രാർത്ഥനാ നിരതരായി നാം കടന്നു പോകുന്ന ഈ ദിനങ്ങളിൽ ഈശോയെ പിരിയാത്ത പരിശുദ്ധ അമ്മ, ഈശോ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നതിനെ ഓർമ്മിപ്പിക്കുന്ന പരിശുദ്ധയമ്മ, നിന്റെ ജീവിതത്തിന്റെ വഴികളിൽ ഈശോയുടെ കൂടെ ചേർന്നിരിക്കാൻ നിന്നെ വിളിക്കുന്ന പരിശുദ്ധയമ്മ, ആ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചേ മക്കളെ. ആ അമ്മയുടെ കരം പിടിക്കുന്ന ആ അമ്മയുടെ സ്നേഹം നിന്റെ ജീവിതത്തിൽ ആവോളം കിട്ടാൻ നീ ആഗ്രഹിക്കും. അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് ഈശോയെ ആരാധിക്കുകയാണ് ഞാനും നിങ്ങളും ഈ സമയം. എൻ്റെ ഈശോയെ, പരിശുദ്ധയമ്മ അങ്ങയോട് ചേർന്നിരുന്നത് പോലെ ഞാനുമിതാ ഈശോയെ അങ്ങയോട് ചേർന്നിരിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, ഒരുപാട് സ്നേഹത്തോടെ ഈശോയുടെ സന്നിധിയിൽ നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോൾ അമ്മ നമ്മളോട് പറയുന്ന ഒരു കാര്യം ഇപ്രകാരമാണ്: എൻ്റെ കുഞ്ഞെ, എൻ്റെ അമൂലോത്ഭവ ഹൃദയം വളരെ ദുഃഖപൂരിതമായിരിക്കുകയാണ്. പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. എൻ്റെ ചെറിയ കുഞ്ഞെ, നിന്റെ കുരിശിൻ്റെ വേളയിൽ നിന്നെ താങ്ങുന്നതും ശക്തിപ്പെടുത്തുന്നതും എൻ്റെ സ്നേഹമാണെന്ന് നിനക്കറിയാമോ? എന്നിൽ കൂടുതലായി വിശ്വാസമർപ്പിക്കുക. പ്രിയപ്പെട്ട മക്കളെ, ഈ ആരാധനയിൽ തിരുവോസ്തിയിലേക്ക് നോക്കുമ്പോൾ ഒരുപക്ഷെ കണ്ണുകൾ നിറയുന്നുണ്ടാവും. ഈശോ എന്താ എന്നെ ഒന്ന് തൊടാത്തത്? ഈശോ എന്താ എനിക്കൊരു ഉത്തരം തരാത്തത് തോന്നുന്നുണ്ടാവും. എന്നാൽ പരിശുദ്ധ അമ്മ ദിവ്യകാരുണ്യ ആരാധനയുടെ മധ്യത്തിൽ നമ്മുടെ അടുക്കലേക്ക് കടന്നു വരും. ഈ നിരാശയുടെ നിമിഷങ്ങളിൽ, നിരാശയും സങ്കടവും നിനക്ക് തോന്നുമ്പോൾ നീ പ്രാർത്ഥിക്കാൻ അമ്മ നിന്നോട് ആവശ്യപ്പെടുകയാണ്. നിന്റെ കൊച്ചു കൊച്ചു അപൂർണതകളെ മറികടക്കാൻ സഹായിക്കുന്നതിനായി, പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് ഉയർത്താനായിട്ട് ആകുലതകളെല്ലാം തിരുമുമ്പിലേക്ക് കാഴ്ചവെക്കാൻ അമ്മ നിന്റെ അടുത്ത് നിൽപ്പുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, ആ പരിശുദ്ധ അമ്മ, അമ്മയുടെ അമലോത്ഭവ ഹൃദയത്തിലേക്ക് നമ്മുടെ ജീവിതം ചേർത്ത് വയ്ക്കാം. അമ്മയുടെ ഹൃദയത്തിൽ, അമ്മയുടെ ഉദരത്തിൽ തുടിച്ച ഈശോയുടെ ദിവ്യഹൃദയം ഈ തിരുവോസ്തിയിലുണ്ട്. ഈശോയുടെ പാദത്തിങ്കലേക്ക് എളിയവരും ചെറിയവരുമായ എല്ലാവരെയും ഈശോ ക്ഷണിക്കുകയാണ്. ഈശോ പറഞ്ഞില്ലേ, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഒരവകാശവും യോഗ്യതയുമില്ലാഞ്ഞിട്ടും അനേകർ ഈ നാളുകൾ കുർബാന പോലും കാണാൻ കൊതിക്കുന്ന ഈ നാളുകളിൽ കർത്താവിന്റെ ദിവ്യകാരുണ്യ ആരാധനയുടെ മുമ്പിലായിരിക്കാൻ ഒരു സവിശേഷ കൃപ കർത്താവ് നമുക്ക് തന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, കണ്ണുകളടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് ഈശോയോട് ചേർന്നിരിക്കും. ഈശോ തരുന്ന സവിശേഷമായ കൃപ, ഈശോ തരുന്ന സവിശേഷമായ ആനന്ദം അതനുഭവിക്കാൻ ആഗ്രഹിക്കാം. അതിനുവേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് കണ്ണുകളടച്ച് ഈശോയെ, ഈ സമയം എന്നോടൊന്ന് ഇടപെടണേ, എൻ്റെ ജീവിതത്തിലേക്ക് അവിടുന്ന് ഒന്ന് കടന്നു വന്ന് ഇടപെടണമേ, ആഴത്തിൽ എന്നോടൊന്ന് ഇടപെടണമേ, ആരിലും ശ്രേഷ്ഠമായി എന്നോടൊന്ന് ഇടപെടണേ കർത്താവെ. ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യനാഥൻ നമ്മോട് പറയുകയാണ്, മകനെ, മകളെ, നിന്റെ ഹൃദയത്തിൽ എരിഞ്ഞു കാണാൻ ഞാൻ ആഗ്രഹിക്കുന്ന 2 സ്നേഹപ്രകടനങ്ങളാണ് സഹനവും ആരാധനയും. ഈശോയുള്ള സ്നേഹത്താൽ സഹിക്കുക, ഈശോയുള്ള സ്നേഹം കൊണ്ട് ആരാധിക്കാൻ. പ്രിയപ്പെട്ട മക്കളെ, ഈ ആരാധന മണിക്കൂർ ഈശോ നമ്മോട് ആവശ്യപ്പെടുകയാണ്. അവരോടുള്ള സ്നേഹം കൊണ്ട് സഹിക്കുവാൻ, അവരോടുള്ള സ്നേഹം കൊണ്ട് ആരാധന അർപ്പിക്കാൻ. ഈശോയുടെയും പിതാവിൻ്റെയും കണ്ണുകളിൽ സഹനത്തിന് മൂല്യം നൽകുക സ്നേഹമാണ്. ഈ പ്രാർത്ഥനയ്ക്കായി അണഞ്ഞിരിക്കുന്ന ഓരോരുത്തർക്കുമുണ്ട് ചെറുതും വലുതുമായ സഹനങ്ങൾ. ആരാധന, ഈശോയുടെ മുമ്പിലുള്ള ആരാധന വിലപിടിപ്പുള്ളതാക്കുന്നത്, അവന്റെ ഹൃദയത്തിന് പ്രീതകരമാക്കി മാറ്റുക സ്നേഹമാണ് മക്കളെ. അതാണ് സ്നേഹത്തിൽ സഹിക്കണമെന്നും
സ്നേഹത്തിൽ ആരാധിക്കണമെന്നും തുറക്കപ്പെട്ട ഹൃദയത്തിലൂടെ ഈശോ നമ്മോട് ആവശ്യപ്പെടുക. സഹനത്തിലൂടെ നമുക്ക് കിട്ടുന്ന സ്നേഹം നമ്മുടെ കുടുംബത്തിലേക്ക് കൃപയൊഴുക്കാനുള്ളതാണ്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, പ്രിയപ്പെട്ട യുവാവേ, പ്രിയപ്പെട്ട യുവതി, എല്ലാറ്റിനെയും ഭരിക്കുന്ന കർത്താവ് അവിടുത്തെ കരുണയുടെ സമൃദ്ധിയിൽ നിന്റെ ജീവിതത്തെ ഇന്ന് നിറയ്ക്കാൻ പോവുകയാണ്. ഈശോയെ, എൻ്റെ ഈശോയെ, ഈ ആരാധന ജീവിതത്തിനായിട്ട് നീ ഞങ്ങളെ വിളിച്ചിരിക്കുകയാണല്ലോ. കർത്താവേ, കൂടുതൽ കൂടുതൽ ഔദാര്യത്തോടെ തീഷ്ണതയോടെ ഞങ്ങളെ തന്നെ പങ്കുവെക്കാൻ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണേ കർത്താവേ. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ സ്വാർത്ഥതയുടെ കെട്ടുകളൊക്കെ നമുക്ക് എടുത്തു മാറ്റാം. എല്ലാവർക്കും വേണ്ടി നമ്മളെ വിട്ടുകൊടുക്കാം. വിശാലമായ ഹൃദയം നമുക്കുണ്ടാവട്ടെ. വിശ്വാസത്തിൻ്റെ, ശരണത്തിൻ്റെ, സ്നേഹത്തിൻ്റെ അടയാളമുള്ള മക്കളായി നമ്മൾ മാറണം. അതിലൂടെയാണ് കർത്താവിൻ്റെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്തുക. എസെക്കിയേൽ പ്രവാചകനോട് പറഞ്ഞില്ലേ, ഇസ്രായേൽ ഭവനത്തിന് ഒരടയാളമായി ഞാൻ നിന്നെ നിയോഗിച്ചിരിക്കുന്നു. എൻ്റെ കർത്താവേ, ഞങ്ങൾ ഓരോരുത്തരും ഈ കാലഘട്ടത്തിൽ ആയിരിക്കുന്ന അവസ്ഥയിൽ, ആയിരിക്കുന്ന സമൂഹത്തിൽ, ആയിരിക്കുന്ന കുടുംബത്തിൽ ആരാധന അർപ്പിച്ചുകൊണ്ടുള്ള ഒരടയാളമായി മാറുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണേ. പ്രാർത്ഥിക്കും മക്കളെ. ഈശോയ്ക്ക് ആരാധന അർപ്പിച്ചുകൊണ്ടുള്ള ഒരു അടയാളമായി നമുക്ക് മാറണം. നമ്മുടെ ആരാധന സമയം പാഴാക്കലല്ല കേട്ടോ. ഇത് ദൈവത്തിന്റെ പദ്ധതിയിലുള്ള പങ്കുചേരലാണ്. ഇന്ന് ഈ ആരാധനയുടെ സമയത്ത് ഈ ലോകം മുഴുവനും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. മഹാമാരിയും സഭ അനുഭവിക്കുന്ന മറ്റു പല പ്രശ്നങ്ങളും, പ്രതിസന്ധികളും, രാഷ്ട്രത്തിന്റെ വലിയ ബുദ്ധിമുട്ടുകളും ഭാരങ്ങളും ഒക്കെ നമ്മൾ സമർപ്പിക്കുകയാണ്. ഇത് സമയം പാഴാക്കലല്ല. ഈശോയെ, ഞാൻ അളക്കുന്നത് പോലെയോ ഞാൻ കാണുന്നത് പോലെ അല്ല ഈശോയെ നീ എല്ലാം കാണുന്നത്. എൻ്റെ ഈശോയെ, പലപ്പോഴും എനിക്ക് തോന്നുന്നുണ്ട് അവരെന്തേ അങ്ങനെയൊന്നും പ്രവർത്തിക്കാതെ, അവരെന്തുകൊണ്ട് അങ്ങനെ പ്രവർത്തിച്ചത്. പ്രിയപ്പെട്ട മക്കളെ, ജീവിതത്തിന്റെ എല്ലാ ചോദ്യങ്ങളും ഈശോയുടെ പക്കലേക്ക് എടുത്തു വയ്ക്കും. ഈശോയോടുള്ള സൗഹൃദത്തിൽ നമുക്ക് പങ്കുചേരാം. നീ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിന്നെ തിരഞ്ഞെടുക്കുകയാണ്. ഈശോയുടെ സ്നേഹം വ്യക്തിപരമായ സ്നേഹമാണ്. ശാന്തമായ ഈശോയുടെ മുമ്പിലിരുന്ന് കണ്ണുകളടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് സ്നേഹിച്ചൊന്ന് ആരാധിക്കാൻ പോവുകയാണ് ഈശോയെ. സ്നേഹിച്ച് നമുക്ക് ആരാധിക്കണം. ഈശോയെ, സ്നേഹിക്കുന്നേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നേ, ദിനവും യേശുവിൻ്റെ കൂടെ. അതേ മക്കളെ, എന്തൊക്കെ സങ്കടങ്ങളും വേദനകളും ഒറ്റപ്പെടുത്തലും ആത്മഹത്യയുടെ മുമ്പിലാണെങ്കിലും ഈശോയുടെ ചാരത്തിൽ നിന്ന് സ്നേഹിക്കാൻ ഈ സമയം എൻ്റെ മക്കൾ ഉപയോഗിക്കണം. യോഹന്നാൻ സ്നേഹ ഈശോയുടെ തിരുമാറിലേക്ക് ചാരിയിരുന്നത് പോലെ ഈശോയുടെ തിരുമാറിലേക്ക് ചാരിയിരുന്നു കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കും. സ്നേഹിക്കുന്നേൻ യേശുവേ, ദിനവും യേശുവിൻ്റെ കൂടെ. അതെ, അമ്മ ഈശോയെ സ്നേഹിച്ചതുപോലെ നീ സ്നേഹിച്ച് നീ പോലും അറിയാതെ നിന്റെ ജീവിതത്തിലേക്ക് ദൈവകരുണ ഒഴുകി എത്തും. മക്കളെ, നിരാശപ്പെട്ടു പോകാതെ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കട്ടെ. ദിനവും യേശുവിൻ്റെ കൂടെ, ദിനവും യേശുവിൻ്റെ ചാരേ, ദിനവും യേശുവിൻ്റെ കൂടെ, ദിനവും യേശുവിൻ്റെ ചാരേ. പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നേശുനാഥ, പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നേശുനാഥ. സ്നേഹിക്കുന്നേ യേശുവേ,
സ്നേഹിക്കുന്നേ 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 യേശുവേ. നിനക്കാവശ്യമുള്ളതെല്ലാം ഞാൻ നിനക്ക് നൽകുന്നു. പരിശുദ്ധയമ്മ ഒരിക്കൽ ദർശനത്തിൽ ഒരു സന്യാസിനോട് ഇപ്രകാരം പറഞ്ഞു, എൻ്റെ കൊച്ചു കുഞ്ഞെ, നിനക്കാവശ്യമുള്ളതെല്ലാം ഞാൻ നിനക്ക് തരുന്നു. എൻ്റെ മകൻ്റെ ശരീരവും രക്തവും കൊണ്ട് ഞാൻ നിന്നെ പരിപോഷിപ്പിക്കുന്നു. കുംഭസാരത്തിൽ പാപങ്ങൾ എടുത്തു നീക്കാൻ എൻ്റെ കൃപ നിന്നെ സഹായിക്കുന്നു. എത്രമാത്രം സാധിക്കുന്നു അതനുസരിച്ച് കൂടെ കൂടെ നീ പ്രാർത്ഥിക്കണം. കൂടെ കൂടെ ഈശോയുടെ അടുക്കലേക്ക് നീ ചേർന്നിരിക്കണം. കുർബാനയിൽ നീ പങ്കുചേരണം. നീ ദുർബലയാകുമ്പോൾ ഞാൻ നിന്നെ കൈകളിൽ ഉയർത്തും. പ്രിയപ്പെട്ട മക്കളെ, ഇത് അമ്മയുടെ വാഗ്ദാനമാണ്. നമ്മുടെ ജീവിതത്തിലെ നമ്മെ ദുർബലരാക്കുന്ന, നമ്മളെ പരാജയപ്പെടുത്തുന്നു, നമ്മളെ തകർത്ത് കളയുന്ന, മനസ്സ് പതറിപ്പോകുന്ന അവസ്ഥകളൊക്കെ സമർപ്പിക്കും. ഈശോയുടെ അടുക്കിൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ പോലും തോന്നാത്ത വിധത്തിൽ ദിവ്യകാരുണീശോ അനേകം ജീവിതങ്ങളെ സമയം ചേർത്ത് പിടിക്കുന്നതായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്. കർത്താവിലിരുന്ന് കരയാൻ അനേകം ജീവിതങ്ങൾക്ക് കൃപ കൊടുക്കുകയാണ്. ശക്തമായ തലവേദനയുള്ള ഒരു വ്യക്തിയെ ഈശോ ഇപ്പോൾ സൗഖ്യപ്പെടുത്തുകയാണ്. മകൻ വീട് വിട്ടുപോയിട്ട് തിരിച്ചു വരാത്തൊരു കുടുംബത്തിന് മകനെക്കുറിച്ചുള്ള അറിവ് 3 ആഴ്ചക്കുള്ളിൽ കിട്ടുന്നതായി കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, എല്ലാം ഏൽപ്പിച്ചു കൊടുത്തേ. ജീവിത പങ്കാളിയോടൊപ്പം പ്രാർത്ഥിക്കാൻ മാത്രം ആഗ്രഹിക്കുന്ന 7 കുടുംബങ്ങൾ. കർത്താവേ, ഞങ്ങളുടെ കുടുംബം പ്രാർത്ഥനയുള്ള കുടുംബം, ഒരുമിച്ചുള്ള പ്രാർത്ഥനയുള്ള കുടുംബമാക്കി മാറ്റണമേ എന്ന് ആഗ്രഹിക്കുന്ന 7 കുടുംബത്തിന്റെ മേൽ ദൈവത്തിന്റെ കരുണ ഇപ്പോൾ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മക്കളെ, സ്തുതിക്കട്ടെ, എല്ലാ ജീവിതങ്ങളും സ്തുതിക്കട്ടെ, കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ആരാധിക്കുന്നു കർത്താവെ, ആരാധിക്കുന്നപ്പാ, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹദ്ബാറു ഖമീറ ദംബാദ ബക്കന്തരാതനാഹവ ശാരത. ഈശോ ആരാധിക്കുന്നു, ഈശോയെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ വിനീതമായ ഹൃദയത്തോടെ പ്രാർത്ഥിക്കും മക്കളെ, വിനീതമായ ഹൃദയത്തോടെ. എത്രയോ മക്കളാണ് വിവാഹ തടസ്സം അനുഭവിക്കുന്ന അനേകം മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു. 2 കരങ്ങളും ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ സ്തുതിക്കുന്നു. എല്ലാവരുടെയും വേദനകൾ അങ്ങയുടെ പക്കലേക്ക് എടുത്തു വെക്കുകയാണ്. ഈശോയെ, ഞങ്ങൾക്ക് വേണ്ടി ചതയപ്പെട്ട, മുറിയപ്പെട്ട അങ്ങയുടെ തിരുവേദിയുടെ അനന്ത യോഗ്യതയാൽ ഈ മക്കളെല്ലാം അനുഗ്രഹിക്കണേ. ഈശോയെ സ്തുതിക്കുന്നു. ആരാധിക്കുന്നു. ഈശോയെ നന്ദി. കണ്ണുകളടച്ച് പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ഈശോയുടെ കൈകളിലേക്ക് നമ്മുടെ ജീവിതം ചേർത്ത് വെച്ച് സമുദ്രതാരമേ മേരി മാതേ, സ്വർഗതീരമേ മേരി മാതേ, ത്യാഗരൂപമേ മേരി മാതേ, സ്നേഹദീപമേ മേരി മാതേ. സമുദ്രതാരമേ മേരി മാതേ, സ്വർഗതീരമേ മേരി മാതേ, ത്യാഗരൂപമേ മേരി മാതേ, സ്നേഹദീപമേ മേരി മാതേ. നിൻ സഹനം സുരലോകം സ്തുതിയോടെ ഓർക്കുന്നു, നിൻ വിനയം ഇഹലോകം അതിമോദം വാഴ്ത്തുന്നു. നിൻ സഹനം സുരലോകം സ്തുതിയോടെ ഓർക്കുന്നു, നിൻ വിനയം ഇഹലോകം അതിമോദം വാഴ്ത്തുന്നു. സമുദ്രതാരമേ മേരി മാതേ, സ്വർഗതീരമേ മേരി മാതേ.
വിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മധ്യനമീ മോചനം